ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗ്രേവിയോട് കൂടിയുള്ള ചില്ലി ചിക്കൻ തയ്യാറാക്കിയാലോ. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന നല്ലൊരു ഗ്രേവിയോട് കൂടിയ ചില്ലി ചിക്കനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ കശ്മീരി ചില്ലിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല, 1 സ്പൂണോളം സോയാ സോസും 1 സ്പൂൺ മൈദയും കോൺഫ്ലവറും കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കിയെടുക്കാം. നല്ലോണം കുഴച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം വെക്കാം. അതിനുശേഷം നമുക്കിത് ചിക്കൻ പൊരിച്ചെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല പരക്കി വെച്ച ചിക്കൻ ഓരോന്നായി ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ചിക്കൻ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ടിട്ട് വേവിക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ചിക്കനെ നമുക്ക് വേവിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാനിൽ തന്നെയാണ് ഞാൻ ഇതിനു വേണ്ടി ഗ്രേവി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൽ ചിക്കൻ പൊരിക്കുമ്പോൾ കുറച്ചധികം ഓയിൽ ഉണ്ടാവില്ല, ചേർത്ത് കൊടുക്കുമല്ലോ. അതിൽ നിന്നും കുറച്ച് ഓയിൽ മാറ്റിയിട്ട് ഒരു 3 സ്പൂണോളം ഓയിൽ ബാക്കി വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ചെറുതായി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു ഉള്ളി കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക്, ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് അവസാനം ഒന്ന് നോക്കിയിട്ടും കുറച്ച് അല്പം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിന് ശേഷം വേണം എന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ 2 തരം ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും പകുതിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ചില്ലി സോസും 1 സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഗ്രേവി കുറച്ച് കട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ കുറച്ചും കൂടി ലൂസിൽ കുറച്ചും കൂടി ഗ്രേവി വേണം എന്നാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അതല്ല ഇങ്ങനെ ഗ്രേവി ഒന്നും വേണ്ട, ഇങ്ങനെ ഒരു ടൈറ്റ് പോലെയാണ് വേണ്ടതെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ ചേർത്തെടുത്ത് കുറച്ചൊരു ഗ്രേവി രൂപത്തിൽ തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഗ്രേവിയിലോട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇവിടെ ഗ്രേവിയോട് കൂടിയുള്ള നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായി. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ഗ്രേവിയോട് കൂടിയുള്ള ചില്ലി ചിക്കനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എന്താ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.